My dear friends, today let's move to the poem Rise, written by Chemmanam Chacko. It's actually a Malayalam poem. It is entitled Nelle, and this poem Rise is the English version, which is translated by Professor K. Ayyappa Panikar. Okay, let's go through the biography of Professor Chemmanam Chacko. He was born on March 7th, 1926 in the village of Mulankulam in erstwhile Travancore. പഴയ ട്രാവൻകൂറിലെ മുളങ്കുളം എന്ന സ്ഥലത്ത് മാർച്ച് 7-ാം തീയതി 1926 ജനിച്ചു. ഏഴ്സ്വൈൽ മീൻസ് വൺസ് അപ്പോൺ എ ടൈം ഓർ അറ്റ് എ പ്രീവിയസ് ടൈം, പണ്ടത്തെ എന്നൊക്കെയാണ് അർത്ഥം. അതായത് പണ്ട് ട്രാവൻകൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്തുണ്ടായിരുന്ന മുളക്കുളം എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. ഹി ഹാസ് ക്രിയേറ്റഡ് എ സ്പേസ് ഫോർ ഹിംസെൽഫ് ഇൻ ദ മലയാളം പോയട്രി. മലയാളം കവിതയിൽ തൻ്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത കവിയാണ് അദ്ദേഹം. ഹി ഈസ് എ മാസ്റ്റർ സാറ്ററിസ്റ്റ്. വളരെ പ്രഗത്ഭനായ ഒരു ഹാസ്യ സാഹിത്യകാരനാണ്, ആക്ഷേപഹാസ്യകാരനാണ്. ഹു ഹാസ് ഫോട്ട് മെനി ബാറ്റിൽ വിത്ത് ദ സിസ്റ്റം ത്രൂ ഹിസ് റൈറ്റിങ്സ്. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മുടെ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ആണെങ്കിലും സോഷ്യൽ സിസ്റ്റം ആണെങ്കിലും അതിലുള്ള എല്ലാ തരത്തിലുള്ള ഫോളീസ് അല്ലേ, അതിനെതിരെ എഴുത്തിനാൽ യുദ്ധം ചെയ്ത ഒരാൾ. സമൂഹത്തിലുള്ള എല്ലാ ദുരനുഭവങ്ങളും ദുർവൃത്തികളുമെല്ലാം എഴുത്തിലൂടെ പരിഹസിക്കുകയാണല്ലോ നമ്മുടെ എഴുത്തുകാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നത്തെ ട്രോളന്മാർ ചെയ്യുന്ന പണി അതുതന്നെയാണ് സറ്റയേഴ്സും ചെയ്യുന്നത്. ദ പോയറ്റ് ഹു ഹാസ് മെനി ലിറ്റററി വർക്ക്സ് ടു ഹിസ് ക്രെഡിറ്റ് ഹാസ് ഓൾവേസ് റിയാക്റ്റഡ് ടു ഹിസ് സറൗണ്ടിങ്സ് വിത്ത് പഞ്ചന്റ് വേർഡ്സ്. ദ പോയറ്റ് ഹു ഹാസ് മെനി ലിറ്റററി വർക്ക്സ്, അദ്ദേഹം ഒരുപാട് സാഹിത്യകൃതികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേതായിട്ട് ഒരുപാട് സാഹിത്യകൃതികളുണ്ടല്ലേ. ടു ഹിസ് ക്രെഡിറ്റ് ഹാസ് ഓൾവേസ് റിയാക്റ്റഡ്, അതെല്ലാം റിയാക്റ്റ് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. എന്തിനോടാണ് പ്രതികരിക്കുന്നത്? ടു ഹിസ് സറൗണ്ടിങ്സ്, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിനോട്, ചുറ്റുപാടുമുള്ള ദോഷങ്ങളോട് അല്ലേ. എങ്ങനെ? വിത്ത് പെഞ്ചൻ വേർഡ്സ്. പെഞ്ചൻ മീൻസ് ഷാർപ്പ്, പോയിനൻറ്റ് എന്നൊക്കെ പറയാം. വളരെ തീക്ഷ്ണമായിട്ടുള്ള മൂർച്ചയേറിയ കവിതകളിലൂടെ അദ്ദേഹം ചുറ്റുപാടുമുള്ള എല്ലാ തരത്തിലുള്ള അപരിഷ്കൃതമായ ഏർപ്പാടുകളെയും എല്ലാ തരത്തിലുള്ള സാമൂഹിക തിന്മകളെയും അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്, കവിതകളിലൂടെ കളിയാക്കുകയാണ്. ഇനി നമ്മുടെ പോയത്തിൻ്റെ തീമിലേക്ക് കിടക്കാം. തിങ്ക് ഓഫ് ദി കണ്ടീഷൻ ഓഫ് അവർ സ്റ്റേറ്റ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കാം. വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ വാസ്റ്റ് സ്ട്രെച്ചസ് ഓഫ് വാട്ടർലോക്ക്ഡ് പാഡി ഫീൽഡ്സ് ആൻഡ് ദ ക്രീച്ചർ ലിവിംഗ് അറൗണ്ട് us in comfort? What has happened to the vast stretches of waterlogged paddy fields and the creatures living around us in comfort? എന്താണ് സംഭവിച്ചത്? എന്തിനു സംഭവിച്ചത്? ദ വാസ്റ്റ് സ്ട്രെച്ചസ് ഓഫ് വാട്ടർലോക്ക്ഡ് പാഡി ഫീൽഡ്സ്, നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന വലിയ വാസ്റ്റ് ആയിട്ടുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന പാഡി ഫീൽഡ്സ്, പാടങ്ങൾ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു. ഇതിനെല്ലാം എന്താണ് സംഭവിച്ചത്? പാഡി ഫീൽഡ്സിന് മാത്രമല്ല, ദ ക്രീച്ചേഴ്സ് ലിവിങ് അറൗണ്ട് us, നമുക്ക് ചുറ്റുമുള്ള ജീവികൾക്ക് വളരെ സുഖമായിട്ട് കംഫർട്ടായിട്ട് ജീവിച്ചു കൂടുന്ന ജീവികളാണ്. അവറ്റയ്ക്ക് എന്താണ് പറ്റിയത്? വൈ ആർ വി നോട്ട് സെൽഫ് റിലയൻറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്? നമ്മൾ എന്തുകൊണ്ടാണ് സ്വാശ്രിതരാവാത്തത്, സ്വാശ്രയശീലമുള്ളവരാവാത്തത്, സ്വയം പര്യാപ്തരാവാത്തത്? എന്തിൽ? ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. So we are always dependent on other states for our food materials, right? Read the poem and find out the way a poet looks at these issues. നമുക്ക് പോയത്തിലേക്ക് ഒന്ന് കടക്കാം. നമുക്കതിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഫൈൻഡ് ഔട്ട് ദ വേ എ പോയറ്റ് ലുക്സ് അറ്റ് ദീസ് ഇഷ്യൂസ്. എങ്ങനെയാണ് ഒരു കവി ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അതിനെ നോക്കിക്കാണുന്നത് എന്ന്. ചെമ്മനം ചാക്കോസ് പോയം റൈസ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ ദ ഓതേഴ്സ് അറ്റാക്ക് ഓൺ പീപ്പിൾസ് ഫോളീസ്. ഫോളീസ് എന്ന് പറഞ്ഞാൽ അവിവേകം, അബദ്ധം, അറിവില്ലായ്മ, മൂഢത്വം എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ കാണുന്നത് ചെമ്മനം ചാക്കോ റൈസ് എന്ന കവിതയിലൂടെ ആളുകളുടെ ഒരു അവിവേകത്തെ അറ്റാക്ക് ചെയ്യുകയാണ്, ആളുകളുടെ വ്യാമോഹത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. ദ പോയറ്റ് ഡിറൈഡ്സ് ദ ഫാമേഴ്സ് ഹു സ്വിച്ച് ദെയർ ക്രോപ്പ് പ്രിഫറൻസ് ടു ക്യാഷ് ക്രോപ്സ് ആൻഡ് ദിസ് ബ്രോട്ട് ഔട്ട് ഡിവാസ്റ്റേറ്റിംഗ് ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ദ പോയറ്റ് ഡിറൈഡ്സ് മീൻസ് ലാഫ് അറ്റ്, കളിയാക്കുക, പരിഹസിക്കുക എന്നൊക്കെയാണ്. ടു മോക്ക് അറ്റ് ദാറ്റ് ഈസ് ഡിറൈഡ്. ഇവിടെ പോയിട്ട് കളിയാക്കുകയാണ് ആരെ? ദ ഫാമേഴ്സ് who switch their crop preferences. അവരെന്ത് ചെയ്തിരിക്കുന്നു? They have altered their crop preferences. That is, they changed from cultivating food crops to cash crops. ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് കുടിയേറിയ കർഷകർ, അവർക്കെതിരെ അവരെ കളിയാക്കുകയാണ് ഈ പോയത്തിലൂടെ. ആൻഡ് ദിസ് ബ്രോട്ട് ഔട്ട്, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ബ്രോട്ട് ഔട്ട് എ ഡിവാസ്റ്റേറ്റിംഗ് ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. വല്ലാത്ത നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ അഗ്രികൾച്ചറിന്, കൃഷിക്ക് സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൃഷിയും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒരുപാട് മോശപ്പെട്ട രീതിയിൽ മാറിയിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. Okay, dear friends, let's move to the poem Rise. This poem has two parts. Here in the first part, we can see the dreams of the poet.
that is his expectations. And in the second part, there comes the reality. So here we can see the contradiction between his expectations and reality. Okay, let us see what his expectations are. Where is he now? And where is he going to? അദ്ദേഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകളും അതുപോലെ തന്നെ റിയാലിറ്റി, യാഥാർത്ഥ്യവും, ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ കവിതയിൽ കാണുന്നത്. സെറ്റയറാണ്, ആക്ഷേപഹാസ്യം. കൃഷിക്ക് പേരുകേട്ട കേരളം എങ്ങനെയാണ് ഇന്നത്തെ നിലയിലെത്തിയത്? ഈ കവിത വായിച്ചു കഴിയുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, ദിസ് ഈസ് ദ പോയം. ലെറ്റ്സ് ഗോ. I come home at the end of 4 years of research in North India, having earned a doctoral degree and generous prize for my work on making toys with husk. So here we can see the homecoming. He is returning to his house after his 4 years of life in North India. ഒരു 4 വർഷക്കാലം നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഹി വാസ് ദർ ഓൺ എ റിസർച്ച് ചെയ്യാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് പോയതാണ്. എന്തോ ഒരു ഗവേഷണത്തിന് അല്ലേ. ഹാവിങ് ഏൺഡ് എ ഡോക്ടറൽ ഡിഗ്രി, അങ്ങനെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടുന്നു. ആൻഡ് ജനറസ് പ്രൈസ്, ഒരുപാട് പ്രശംസകൾ അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. എൻ്റെ റിസർച്ച് ഇതിലായിരുന്നു, എനിക്ക് ഡോക്ടറൽ ഡിഗ്രി കിട്ടിയത് ഇതിലായിരുന്നു. എന്തിൽ? മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. സോ ഹീ ടുക്ക് എ ഡോക്ടറൽ ഡിഗ്രി ഇൻ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. ഹസ്ക് എന്ന് വെച്ചാൽ ഉമി, നെല്ലിൻ്റെയൊക്കെ ഉമിയെ അല്ലെങ്കിൽ കടലയുടെ പുറത്തുള്ള തൊലിയൊക്കെയാണ് ഹസ്ക് എന്ന് പറയുക. അങ്ങനെ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തുകൊണ്ട്, മാത്രമല്ല നോർത്ത് ഇന്ത്യയിലാണ്. സോ ഹി വാസ് ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ. ഡേ ബൈ ഡേ ഹി വാസ് ഈറ്റിംഗ് ചപ്പാത്തീസ് ദർ. ഏത് നേരം നോക്കിയാലും തിന്നാൻ കിട്ടുന്നത് ചപ്പാത്തീസാണ്, ഉണക്ക ചപ്പാത്തി. ഐ എം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കര റൈസ്. ദാറ്റ്സ് വൈ ഹി വാസ് സോ ഈഗർ. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ആർത്തിയാണുള്ളത്, അല്ലേ? അമിതമായ ആഗ്രഹമാണ്. നാട്ടിൽ ചെല്ലണം, എന്നിട്ടോ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കര റൈസ്. ഒരു വെറൈറ്റി ഓഫ് റൈസ് ആണ് അത്തിക്കര റൈസ് എന്ന് പറയുന്നത്, അല്ലേ? നാട്ടിലുള്ള ഒരു നാടൻ നെൽവിത്തനം. അപ്പോൾ ആ നെല്ല് കുത്തി ഉണ്ടാക്കിയ അരി കൊണ്ടുള്ള ചോറുണ്ണാൻ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട്. ഐ എം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കര റൈസ്. അപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ്. അദ്ദേഹം റിസർച്ചിന് പോകുന്നു നോർത്ത് ഇന്ത്യയിൽ, ഡോക്ടറേറ്റ് കിട്ടുന്നത് എന്തിലാണെന്ന് നമ്മൾ കണ്ടു. എന്താണ്? ഇൻ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്, അല്ലേ? ആൻഡ് ഹി വാസ് ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ. And now he has a wish to eat atikara rice. Next, it will be the planting season when I get there. അദ്ദേഹം ആലോചിക്കുകയാണ്. നമുക്കറിയാം ഈ സെൻറ്റൻസ് എങ്ങനെയാണ്? ഫ്യൂച്ചർ ടെൻസിലാണല്ലേ. ഇറ്റ് വിൽ ബി ദ പ്ലാന്റിങ് സീസൺ. തീർച്ചയായിട്ടും അത് പ്ലാന്റിങ് സീസൺ ആയിരിക്കും, നടീൽ സമയമായിരിക്കും, അല്ലേ? നമ്മുടെ ഞാറൊക്കെ നടുന്ന സമയം. ഞാൻ അവിടെ എത്തുമ്പോൾ when I get there. And my father, no doubt my father will be there. എങ്ങനെ? His handloom dhoti stained with yellow mud. He expects his father, who is wearing a handloom dhoti, കൈത്തറി മുണ്ടൊക്കെ ധരിച്ചു നിൽക്കുന്ന, എങ്ങനത്തെയാണ്? സ്റ്റെയിൻ വിത്ത് യെല്ലോ മഡ്. കൃഷിക്കാരനാണ്, അതുകൊണ്ട് മുണ്ടിലെന്ത് കാണാം? സ്റ്റെയിൻസ് ഉണ്ടാവും, യെല്ലോ മഡിൻ്റെ, അല്ലേ? ചെളി അണിഞ്ഞ മുണ്ടെടുത്ത് നിൽക്കുന്ന തൻ്റെ അച്ഛൻ. He is excited about the waters of Varanganal Canal. He has such an excitement regarding the waters of Varanganal Canal. He was so much emotionally attached to that canal. അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ ഒഴുകുന്ന വരാങ്കനാൽ കനലിനോട് അത്യധികം പ്രണയമുള്ള ഒരച്ഛൻ. അദ്ദേഹം എന്ത് ചെയ്യും? വിൽ ഗ്രീറ്റ് മീ, മൈ ഫാദർ വിൽ ഗ്രീറ്റ് മീ ഫ്രം ദ ഫീൽഡ്സ് ബിലോ അവർ ഹൗസ്. ഞങ്ങളുടെ പാടം എവിടെയാണെന്ന് പറയുന്നു? ഇറ്റ്സ് ബിലോ അവർ ഹൗസ്. അവിടെ നിന്നുകൊണ്ട് എന്നെ കാണുന്ന സമയത്ത് അദ്ദേഹം ഗ്രീറ്റ് ചെയ്യും, എന്നെ കണ്ട് അഭിവാദ്യം ചെയ്യും. എവിടെയായിരിക്കും അദ്ദേഹം? ഇൻ ദ ഫീൽഡ്സ് ബിലോ അവർ ഹൗസ്, എമിഡ്സ്റ്റ് ദ ഷൗട്ട്സ് ഓഫ് പ്ലോയിങ് വിത്ത് സെവറൽ ഓക്സൻ. ഹി വിൽ ബി എമിഡ്സ്റ്റ്, ഇൻ ദ മിഡിൽ ഓഫ്, നടുക്കായിരിക്കും, ദ ഷൗട്ട്സ് ഓഫ് പ്ലോയിങ്, ഉഴുതുമറിക്കുന്ന. അവിടെ ഒരുപാട് ഓക്സൻ ഉണ്ടാകും. ഓക്സ് എന്നുള്ളതിൻ്റെ പ്ലൂറലാണ് ഓക്സൻ. കാളകൾ ഉണ്ടാകും. അവരെ എങ്ങനെ പ്ലോ ചെയ്തുകൊണ്ട് ഉഴുതുമറിച്ച് നിൽക്കുന്നുണ്ടാകും. അതിൻ്റെയൊക്കെ കോലാഹലങ്ങൾക്ക് നടുവിൽ എൻ്റെ അച്ഛൻ നിൽക്കും. അവിടെ നിൽക്കുന്ന അച്ഛൻ എന്നെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യും. ദ ഓക്സൻ വിൽ സ്റ്റോപ്പ് വെൻ ദേ സീ മീ. മാത്രമല്ല, എന്നെ കാണുന്ന സമയത്ത് അച്ഛൻ മാത്രമല്ല ഗ്രീറ്റ് ചെയ്യുക, അവിടെ വേറൊരു കൂട്ടം ആൾക്കാരുണ്ടല്ലേ, ദ ഓക്സൻ, കാളകൾ. അവറ്റ തന്നെ കാണുന്ന സമയത്ത് വിൽ സ്റ്റോപ്പ് വെൻ ദേ സീ മീ വാക്കിംഗ് വിത്ത് മൈ സ്യൂട്ട് കേസ്. ഞാനങ്ങനെ സ്യൂട്ട് കേസുമായിട്ട് നടക്കുമ്പോൾ അവറ്റ അവിടെ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും. ആൻഡ് മൈ ഫാദർ, without smiling the smile slowly forming on his lips. So my father is there.
He was seemingly so serious. He may have the emotions to me. He will be happy seeing me, but he won't smile. He will smile a smile which is not appearing on his lips. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടാവും അല്ലേ? ആ പുഞ്ചിരിയാക്കാതെ ചിരിക്കാതെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? വിൽ കോൾ ഫ്രം ദ ഫീൽഡ്, ആ പാടത്ത് നിന്ന് എന്നെ ഉറക്കെ വിളിച്ചു ചോദിക്കും. ആൻഡ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദർ? നീ എപ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്? വെൻ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ദർ? അച്ഛനാണ്, അപ്പോൾ കുറച്ച് സീരിയസ് ആവാം. മകനെ കാണുമ്പോൾ ചിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. ബട്ട് ഷീ വിൽ ബി ഹാപ്പി. അത് പുറത്ത് കാണിക്കാത്ത, ഒരിക്കലും തൻ്റെ വാത്സല്യം പുറത്ത് കാണിക്കാത്ത ആളായിട്ടാണ് പലപ്പോഴും അച്ഛന്മാരെ ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലേ? മൈ ലിറ്റിൽ ബ്രദർ, എനിക്കൊരു ഇളയ സഹോദരനുണ്ട്. ക്യാരിയിങ് ദ ടെൻഡർ സാപ്ലിങ്സ്, അവൻ അവിടെ ഉണ്ടാകും. ചെറിയ ഞാറ് സാപ്ലിങ്സുമായി, ടെൻഡർ സാപ്ലിങ്സുമായി, നെല്ലിൻ്റെ തൈകൾ ഞാറുമായിട്ട് അതും ക്യാരി ചെയ്തുകൊണ്ട് അവനങ്ങനെ നടക്കുന്നുണ്ടാവും. ആ ഞാറെന്തിനു വേണ്ടിയിട്ടാണ്? ടു ബി പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ് വേർ ദ പ്ലോയിങ് ഈസ് ഡൺ. ആ സാപ്ലിങ്സ് അവിടെ നടേണ്ടതാണ്, ഉഴുതുമറിച്ച സ്ഥലത്ത്. വിൽ റൺ വെൻ ഹീ സീ മീ. മൈ ലിറ്റിൽ ബ്രദർ വിൽ റൺ ടു മീ വെൻ ഹീ സീസ് മീ. അവൻ എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരും. ആൻഡ് കോൾ ഔട്ട് ലൗഡ്, ഉറക്കെ വിളിച്ചു പറയും. വിതിൻ ഇയർ ഷോട്ട് ഓഫ് ദ ഹൗസ്. ഇയർ ഷോട്ട്, ഒരു വിളിപ്പാടകലെ എന്നൊക്കെ പറയും അല്ലേ? വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത്, വീടിൻ്റെ വിളിപ്പാടകലെ നിന്നുകൊണ്ട് അമ്മയെ വിളിച്ചു പറയും. മദർ, ബ്രദർ ഹാസ് അറൈവ്ഡ്. അമ്മേ, എൻ്റെ സഹോദരൻ ഏട്ടൻ എത്തിയിരിക്കുന്നു അല്ലേ? വാക്കിംഗ് കോഷ്യസ്ലി അലോങ് ദ ഡൈക്ക്, ഞാൻ ആ വരമ്പിലൂടെ ശ്രദ്ധാപൂർവം നടന്നുകൊണ്ട്, സോ ആസ് നോട്ട് ടു അപ്സെറ്റ് ദ ബാസ്കറ്റ് ഫുൾ ഓഫ് സീഡ്സ്. ശ്രദ്ധാപൂർവം നടക്കണം, അല്ലെങ്കിലോ ഡൈക്ക് എന്ന് പറഞ്ഞാൽ വരമ്പ് എന്നാണ്, റിഡ്ജ് എന്നൊക്കെ പറയാം. എങ്ങനെയാണ് ശ്രദ്ധാപൂർവം നടക്കുന്നത്? I should not upset the basket full of seeds. On the dike my father will be keeping basket full of seeds. I should not upset it. ഞാനൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ നെല്ല് പാടത്ത് ഇങ്ങനെ ആ വരമ്പിലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഞാനതൊരിക്കലും തട്ടിമറിക്കാത്ത രീതിയിൽ വേണം നടക്കാൻ. അങ്ങനെ ശ്രദ്ധാപൂർവം ഞാൻ നടക്കുകയാണ്. ഐ വിൽ റീച്ച് ഹോം ഇൻ ഗുഡ് ടൈം. അങ്ങനെ ഞാൻ വീട്ടിലെത്തും. എപ്പോൾ? ഇൻ ഗുഡ് ടൈം, നല്ല സമയത്ത്. നമുക്ക് എപ്പോഴാണ് നല്ല സമയം? വല്ലതും തിന്നാൻ കിട്ടുമ്പോൾ. അത് തന്നെയാണ് നല്ല സമയം എന്ന് പറയുന്നത്. വെൻ ദ ലഞ്ച് ഈസ് റെഡി. അങ്ങനെ ഐ വിൽ റീച്ച് ഹോം ഇൻ ദ ഗുഡ് ടൈം അറ്റ് ലാസ്റ്റ്, ജസ്റ്റ് ആസ് മൈ മദർ ഡ്രെയിൻസ് ദ വെൽ കുക്ക്ഡ് റൈസ്. നന്നായിട്ട് വേവിച്ച ആ അരി, ആ കഞ്ഞി ഊറ്റുന്ന സമയത്ത്, എൻ്റെ അമ്മ കഞ്ഞി ഊറ്റുന്ന സമയത്ത് ഞാനവിടെ എത്തും. അതൊക്കെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ട്രെയിനിലാണല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം കമാൻഡ് ചെയ്യുന്നത്, ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ. കുറച്ചും കൂടി സ്പീഡിലൊന്ന് പോവോ ട്രെയിനെ. ലെറ്റ് മീ ഗെറ്റ് ഹോം ക്വിക്ക്ലി ആൻഡ് ഈറ്റ് മൈ ഫിൽ. ഐ വാണ്ട് ടു ഗെറ്റ് മൈ ഹോം വെരി ക്വിക്ക്ലി ആൻഡ് ഐ വിഷ് ടു ഈറ്റ് മൈ ഫിൽ. എനിക്ക് വയറ് നിറയെ ചോർന്നണം. ട്രെയിനെ ഒന്ന് വേഗം പോകൂ, എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തിയേ തീരൂ. അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടു. നൗ കംസ് ദ റിയാലിറ്റി. യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പോവുകയാണ് നമ്മുടെ എഴുത്തുകാരൻ. ദ ബസ് സ്റ്റോപ്സ് ഓൺ ദ റോഡ് അക്രോസ് ഫ്രം ദ ഹൗസ്. അങ്ങനെ അദ്ദേഹം വരുന്ന ആ ബസ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡിൽ നിൽക്കുകയാണ്. അക്രോസ് ഫ്രം മീൻസ് ഓപ്പോസിറ്റ് ടു. വെൻ ഐ ലെഫ്റ്റ് ദിസ് പ്ലേസ് പാം താച്ച്ഡ് ഹൗസസ് കുഡ് ബി സീൻ. അദ്ദേഹം അങ്ങനെ പഴയ ഓർമ്മകൾ ഇറക്കുകയാണ് അല്ലേ? ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയ സമയത്ത് പാം താച്ച്ഡ് ഹൗസസ്, ഓലയാൽ മേഞ്ഞൊരു വീടുകൾ ഒരുപാടുള്ള സ്ഥലമാണ്. പാം താച്ച്ഡ്, ഓലമേഞ്ഞ വീടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇൻ ദ ഡിസ്റ്റൻസ് ഓൺ ദ റൈറ്റ്, വലതുഭാഗത്തായിട്ട് ഒരുപാടുണ്ടായിരുന്നു. ബട്ട് നൗ ദർ ഈസ് നത്തിങ്. 4 വർഷം മുമ്പ് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒന്നും തന്നെയില്ല, ഓലമേഞ്ഞ ഒരു വീട് പോലുമില്ല. എക്സെപ്റ്റ് ഫോർ ട്രീസ്, ഐ കുഡ് സീ ഓൺലി സം ട്രീസ് ദർ. How the place has changed. The poet wonders, the place has changed very much. എന്തൊരു മാറ്റമാണ് ഈ സ്ഥലത്തിന് കൈവന്നത്, എന്തുമാത്രം മാറിയിരിക്കുന്നു ഇവിടം. റബ്ബർ പ്ലാന്റ്സ് twice my height. എൻ്റെ ഉയരത്തിൻ്റെ ഇരട്ടി വലുപ്പമുള്ള റബ്ബർ പ്ലാന്റ്സ് now stand in rows around me on the ridge. വരമ്പത്ത് അങ്ങനെ റോ ആയിട്ട് അല്ലെ, നിരനിരകളായിട്ട് നിൽക്കുകയാണ് റബ്ബർ. എവിടെയാണ് ഈ റബ്ബറൊക്കെ നിൽക്കുന്നത്? where modern and വെള്ളാരൻ used to be sown. ഒരിക്കൽ മോഡനും വെള്ളാരനും വെറൈറ്റീസ് ഓഫ് പാഡിയാണ് അല്ലേ? പണ്ടത്തെ നെൽവിത്തനങ്ങളാണ്. നാടൻ നെൽവിത്തനങ്ങളായ മോഡനും വെള്ളാരനും എല്ലാം നട്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ റബ്ബറാണ്. സോ ദീസ് മോഡൻ ആൻഡ് വെള്ളാരൻ ആർ റീപ്ലേസ്ഡ് ബൈ റബ്ബർ പ്ലാന്റ്സ്. ആൻഡ് കൺഫ്യൂസ് മൈ പാത്ത് ആസ് ഐ വാക്ക് ഹോം. ഞാൻ വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് എനിക്ക് വഴി തെറ്റുന്നു. വഴിയിൽ അതുതന്നെയാണ് വഴി എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. കാരണം മുമ്പ് വരമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വരമ്പൊന്നും കാണാനില്ല, പാടമേ ഇല്ല. നോ ബിസിൽ ഓഫ് മെൻ ബിലോ. താഴെയാണെങ്കിൽ
I don't hear any bustle. Bustle means excited activity. Sounds of excited activity. അവിടെ യാതൊരു കോലാഹലങ്ങളും കേൾക്കുന്നില്ല. No shouts of plowing. ഉഴുതുമറിക്കലിൻ്റെ യാതൊരു ഷൗട്ട്സുമില്ല. ആൻഡ് വെൻ ഐ ലുക്ക്, ഞാൻ നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത്? The whole field is planted over with arecanut palms, and in the corner along the canal stand the dealwood trees. പാടത്ത് മുഴുവൻ എന്താണ് കാണുന്നത്? ഇറ്റ്സ് പ്ലാന്റഡ് ഓവർ അരക്കനട്ട് പാംസ്. മുഴുവൻ കമുകാണ്, കവുങ്ങുതൈകളാണ്. ആൻഡ് ഇൻ ദ കോർണർ, മൂലക്കിലാണെങ്കിലോ കനാലിൻ്റെ വരമ്പിലുടനീളം എന്ത് കാണാൻ പറ്റും? സ്റ്റാൻഡ് ദ ഡീൽവുഡ് ട്രീസ്, സോഫ്റ്റ് വുഡ് ട്രീസ്, കണ്ണി കണ്ട മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. ഐ എൻറ്റർഡ് ദ ഹൗസ്. അങ്ങനെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുന്നു. ബിയോണ്ട് ദ സതേൺ വിങ്, തെക്ക് ഭാഗത്തായിട്ട് മൈ ഫാദർ ഈസ് വാച്ചിങ് ദം. മൈ ഫാദർ ഈസ് വാച്ചിങ് സം വൺ, ആരൊക്കെയോ നോക്കുകയാണ്. ഫിക്സ് അപ്പ് ദ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. സോ മൈ ഫാദർ വാസ് വാച്ചിങ് ദ വർക്കേഴ്സ് ഹു വാസ് വർക്കിംഗ് ഓൺ റബ്ബർ മെഷീൻ. ഹൗ ഹാപ്പി ആൻഡ് കണ്ടന്റഡ് ദ ലുക്ക് ഓൺ ഹിസ് ഫേസ്. അങ്ങനെ റബ്ബർ മെഷീൻ്റെ അവിടെയുള്ള വർക്കേഴ്സിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്ത് കാണാം ഇപ്പോൾ? ഹി വാസ് വെരി ഹാപ്പി ആൻഡ് കണ്ടന്റഡ്. ഒരുപാട് സംതൃപ്തിയുണ്ട്. എൻ്റെ അച്ഛൻ്റെ മുഖത്ത് ഇപ്പോൾ സന്തോഷവും സംതൃപ്തിയുമാണ് പ്രകാശിക്കുന്നത്. ഹൗ ഹാപ്പി ആൻഡ് കണ്ടന്റഡ് ദ ലുക്ക് ഓൺ ഹിസ് ഫേസ്. മൈ ഫാദർ സേസ് വിത്ത് ഒബ്വിയസ് പ്രൈഡ്. വളരെ അഭിമാനത്തോടുകൂടി അച്ഛൻ പറയുന്നു. ഒബ്വിയസ് മീൻസ് clear. Son, we have stopped working on all the rice. We have stopped working on paddy fields. We have stopped cultivating rice. നമ്മൾ കൃഷിയൊക്കെ നിർത്തിയിരിക്കുന്നു മോനെ. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. അസൗകര്യമാണത്. കൃഷിയൊക്കെ നോക്കുക, പ്രയാസമേറിയ കാര്യമാണ്. ദ ഫാമർ ഗെയിൻ നത്തിങ്. അതാണ് കാരണം. ദ ഫാമേഴ്സ് ഗെറ്റ് നത്തിങ്, നോ പ്രോഫിറ്റ്. ഓൺലി fools turn to rice farming for gain. It's only fools who turn to rice farming nowadays for gain. ലാഭത്തിന് വേണ്ടി വിഡ്ഢികൾ മാത്രമാണ് നെല്ല് കൃഷി ചെയ്യുന്നത്. അതായത് ഫാർമേഴ്സിന് ഒന്നും തന്നെ കിട്ടുന്നില്ല. Rice farming is non-profitable according to the father. This is better money. This means rubber. Rubber is better money. Father says he gets profit from rubber sheets. What good times. So he was enjoying the time when he started rubber cultivation. The government gives rice to those who don't have paddy fields. The government, moreover, there is a government who gives rice, അരി കൊടുക്കുന്നുണ്ട്, to those who don't have paddy fields. പാടമില്ലാത്തവർക്ക്, കൃഷിയില്ലാത്തവർക്ക് ഗവൺമെൻറ് അരി കൊടുക്കുന്നുണ്ട് റേഷൻ രൂപത്തിൽ. പിന്നെ എന്തിനാണ് കൃഷി? നമുക്ക് പൈസ പോരെ. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു മീറ്റ് മീ. ആ സമയത്താണ് എൻ്റെ ഇളയ സഹോദരൻ, നേരത്തെ പറഞ്ഞ ബ്രദർ, ഹി റൺസ് ഇൻ ടു സീ മീ. ഹി വാസ് റണ്ണിങ് ടുവേർഡ്സ് മീ ടു സീ. ഞാനാണെങ്കിലോ ഈഗർ ടു ഹാവ് എ ഫുൾ മീൽ ഓഫ് എത്തിക്കര റൈസ്. ഇപ്പം തിന്നാം എത്തിക്കര എന്നുള്ള നിലയ്ക്ക് ഞാൻ നിൽക്കുകയാണ്. ഹീ ഈസ് ക്യാരിയിങ് ദ റേഷൻസ് ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്. ബ്രദർ ഓടി വരുന്നത് എങ്ങനെയാണ്? ക്യാരിയിങ് ദ റേഷൻസ്, റേഷൻ പിടി എന്നുള്ള വരവാണ് അല്ലേ? ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്, വീട്ടിലേക്ക് ആവശ്യമുള്ള റേഷനുമായി ഓടി വരുന്ന സഹോദരൻ. ഹി ട്രിപ്സ് ഓവർ സംതിങ് മീൻസ് ഹി സ്റ്റംബിൾസ്. അവൻ എന്തിലോ തട്ടി വീഴുകയാണ്. ആൻഡ് സ്കാറ്റേഴ്സ്, ചിതറിക്കുന്നു. എന്താണ് ചിതറിയത് അവിടെ? ദ വീറ്റ് ഓൾ ഓവർ ദ യാർഡ്. അവൻ്റെ സഞ്ചിയിൽ നിന്ന് തട്ടി വീണത് മറ്റൊന്നുമായിരുന്നില്ല. എന്താണോ നമ്മുടെ ഓതർ തിന്നുമെടുത്ത സാധനം അല്ലേ, ആ വീറ്റ്, ഗോതമ്പായിരുന്നു. സോ ഹിയർ വി ക്യാൻ സീ what happened in his dreams and what is here happening in reality. When the wheat goes to the floor, what really fell onto the floor was his expectations. യഥാർത്ഥത്തിൽ താഴെ വീണുടഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളായിരുന്നു. താൻ കഴിക്കുന്ന ചോറ് എന്നുള്ള പ്രതീക്ഷ അത് അസ്തമിച്ചു. Above us, ഞങ്ങൾക്ക് മുകളിൽ, a ship of the sky roars northwards. A ship of the sky, ആകാശ നൗക, എയ്റോപ്ലെയിൻ, അതങ്ങനെ പോവുകയാണ്. റോൾസ് നോർത്ത്വേർഡ്, അലറി വിളിച്ചുകൊണ്ട് വടക്കോട്ടേക്ക് പോകുന്ന, വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന വിമാനം ഞങ്ങൾക്ക് മുകളിലൂടെ പോകുന്നു. ഡ്രോണിങ് മൈ ബ്രദേഴ്സ് ലൗഡ് ക്രൈസ്. നിലത്തെ വീണ് കരയുന്ന എൻ്റെ ബ്രദറിൻ്റെ നിലവിളികളെ മുക്കിത്താഴ്ത്തിക്കൊണ്ട് ആകാശത്തിലൂടെ പറന്നു പോകുന്ന ആ എയ്റോപ്ലെയിൻ്റെ ശബ്ദം മുമ്പിട്ട് നിന്നു. ദ ക്രൈ ഓഫ് മൈ ബ്രദർ ഈസ് സബ്മേർജ്ഡ് ഓർ ഡ്രൈൻഡ് ബൈ ദ റോറിംഗ് ഓഫ് ദ പ്ലെയിൻ. വിമാനത്തിൻ്റെ ശബ്ദത്തിൽ ബ്രദറിൻ്റെ നിലവിളി ഇല്ലാതായി എന്നാണ്. ദ ചീഫ് മിനിസ്റ്റർ ഈസ് ഓഫ് ലൈക്ക് ആൻ ആരോ ടു ദ സെൻറ്റർ. ആ വിമാനത്തിൽ ആരാണെന്നാണ് പറയുന്നത്? ചീഫ് മിനിസ്റ്ററാണ്. ഹി ഈസ് ഓഫ് മീൻസ് ഹി ഈസ് ഫ്ലൈയിങ് ലൈക്ക് ആൻ ആരോ, അസ്ത്രം പോലെ പോവുകയാണ് എങ്ങോട്ട്? ടു ദ സെൻറ്റർ, ടു ദ സെൻട്രൽ ഗവൺമെൻറ്. എന്തിനാണ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുന്നത് ചീഫ് മിനിസ്റ്റർ? ടു ക്ലാമർ ഫോർ മോർ ഗെയിൻസ്. ക്ലാമർ, ആസ്ക് ഓർ ഡിമാൻഡ്
ഫോർ ഗെയിൻസ് അല്ലേ, ധാന്യം കൂടുതൽ ആവശ്യപ്പെടാനാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ അങ്ങനെ വിമാനത്തിൽ വടക്കോട്ട് കേന്ദ്രത്തിലേക്ക് പോകുന്നത്. നൗ ഫ്ലൈയിങ് ഹൈ അബവ് ദ ക്യാഷ് ക്രോപ്സ്. എന്തിൻ്റെ മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്? എബവ് ദ ക്യാഷ് ക്രോപ്സ്. നമുക്കുണ്ട്, പക്ഷേ ഭക്ഷ്യവിളകളല്ല, നാണ്യവിളകളാണ്. അതിൻ്റെ മുകളിലൂടെ വിമാനം പറത്തിക്കൊണ്ട് ചീഫ് മിനിസ്റ്റർ പോകുന്നു. നൗ ഗ്രോയിങ് ടോൾ ലൈക്ക് ദ ട്രീസ്. അപ്പോൾ ഇവിടെയുള്ള ക്യാഷ് ക്രോപ്സ് എല്ലാം മരങ്ങളെ പോലെ വളർന്ന് വലുതായി നിൽക്കുകയാണ്. എന്താണ് കാരണം? സിൻസ് നോ വൺ ഹിയർ പ്രൊമോട്ട്സ് ഫാമിംഗ് ഓഫ് റൈസ്. ഇവിടെ ആരും തന്നെ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നോ വൺ ഈസ് പ്രൊമോട്ടിംഗ് റൈസ് ഫാമിംഗ്. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു. ഇവിടെ ആക്ഷേപഹാസ്യം അതിൻ്റെ പാരമ്യത്തിലെത്തുകയാണ്. ക്യാൻ വി ഗെറ്റ് സം ഹസ്ക് ഫ്രം ദ സെൻറ്റർ ടു മേക്ക് ചോയ്സ് വിത്ത് ഇറ്റ്? I don't know. So here comes the conclusion of the poem. Here the order ridicules. The satire is the zenith. ആക്ഷേപഹാസ്യം അതിൻ്റെ പാരമ്യത്തിലെത്തുകയാണ്. എന്താണ് പറയുന്നത്? Can we get some husk from the center too? ഏതായാലും അരി കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. ഉമിയും കൂടി ഇത്തിരി തരുമോ ഉണ്ടാവുമോ അല്ലേ? കുറച്ച് ഉമിയും കൂടി കിട്ടുമോ? എന്തിനാ? ടു മേക്ക് ടോയ്സ് വിത്ത് ഇറ്റ്. ഇത്തിരി ഉമി കിട്ടിയായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? കുറച്ച് കളിപ്പാട്ടം ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ഉമിയും കൊണ്ട് ടോയ്സ് ഉണ്ടാക്കുന്നതിലാണ് ഡോക്ടറേറ്റ് ഒക്കെ നേടിയത്, റിസർച്ചൊക്കെ നടത്തിയത്. ഇവിടെ വന്നപ്പോൾ ഉമിയില്ല, ഒന്നുമില്ല. അരി തന്നെ എവിടെ നിന്നാണ്? വടക്കേ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കോട്ട് വന്നപ്പോൾ തെക്കുന്ന് വടക്കോട്ട് പോകുന്നു. എന്തിന്? അരിക്ക് വേണ്ടി. അങ്ങനെ ഉമി കൂടി കിട്ടുമോ? ഐ ഡോണ്ട് നോ. അദ്ദേഹം പറയുന്നു, എനിക്ക് ഒന്നും വശമില്ല, കിട്ടുമോ എന്തോ. അപ്പോൾ ഉമിക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. നെല്ലില്ലല്ലോ, പിന്നെ എവിടുന്ന ഉമി അല്ലേ. വളരെ രസകരമായ രീതിയിൽ കേരളത്തിലെ ജനങ്ങളോട്, കേരളത്തിലെ ഭരണാധികാരികളോട് തന്നെ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ കവിത ഇവിടെ അവസാനിക്കുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ പോയം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.